ചാറ്റ്ജിപിറ്റി തന്ന ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഡെസേർട്ട് കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ കഴിക്കാൻ ശരിക്കും ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് ഒരാൾ തന്നാണ് കേട്ടോ. അപ്പം വീട്ടിൽ അങ്ങനെ ആരും കഴിക്കാറില്ല, ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ലല്ലോ, അങ്ങനെയുള്ളൊരു സാധനമല്ല ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പം വീട്ടിലിങ്ങനെ കഴിക്കും, പക്ഷെ അത്ര വലിയ താല്പര്യമില്ല ആർക്കും. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കും, എന്തെങ്കിലും ഉണ്ടാക്കി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് ചാറ്റ്ജിപിറ്റി ചോദിക്കാമെന്ന്. അങ്ങനെ ചാറ്റ്ജിപിറ്റി ചോദിച്ചിട്ട് ഇത് വെച്ചിട്ട് ഒരു ഐറ്റം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചാറ്റ്ജിപിറ്റി പറഞ്ഞത് ചീസും ക്രീമൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്, പക്ഷേ ചീസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചീസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുക. ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കുക, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കൂടെ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ക്രീം എടുക്കാം, വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ള. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡോ ചീസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തില്ല, ഷുഗർ ഇട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ആ ഒരു പ്യൂരി ഇല്ല, നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പ്യൂരി, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബിസ്ക്കറ്റ് വേണം, മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടറില്ല, അത് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ ലെയർ വരുന്നത്. അപ്പം ആദ്യത്തെ ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ലെവലാക്കിയിട്ട് വീണ്ടും ബിസ്ക്കറ്റ് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും ഞാൻ ഒരു ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പ്യൂരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ടോപ്പിലായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിനി കഴിക്കാൻ ശരിക്കും ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ടേസ്റ്റാണ്. കാരണം ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് ചീസ് ആഡ് ചെയ്തെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഒട്ടും കൊള്ളില്ല എന്നല്ല, കൊള്ളാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.